ഇപ്പൊ നാട്ടിലൊരു ചെറിയ മോഷണം നടത്തിയവരെ 4 എണ്ണം കൊടുത്തു തന്നെ ആൾക്കാർ ചോദിക്കും, മോഷ്ടിച്ചതല്ലേ, അവനെന്തോ ഒരു സാഹചര്യത്തിൽ ചെയ്തു പോയതായിരിക്കും, അവനെ ഉപദ്രവിക്കുന്നതിന് നിയമം നടത്തിയാൽ പോരെ എന്ന് ചോദിക്കും. നാട്ടില് ചെറിയ കുട്ടിക്ക്, കുഞ്ഞു മക്കൾക്ക് മയക്കുമരുന്ന് കൊണ്ട് കൊടുത്ത് അവരെ നശിപ്പിക്കുന്നവനെ കൈ കിട്ടിയിട്ടില്ലെങ്കിൽ 2 എണ്ണം കൊടുത്തിട്ടില്ലെങ്കിൽ സമൂഹം ചോദിക്കും, അവനെ 4 എണ്ണം കൊടുക്കണ്ടായിരുന്നോ? ഇല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുക. ആ രീതിയിലേക്ക് മാറുന്നു നമ്മൾ. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്തുതകൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ കൂടുതൽ അറിവ് സമ്പാദിക്കേണ്ടതുണ്ട്. ലഹരി വിരുദ്ധമായ ഒരു സംസ്കാരം നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കണം. അതിനുതകുന്ന ചർച്ചകൾ നടക്കണം. 9ാം ക്ലാസ്സിലെ മോളുടെ കാര്യവും 15 വയസ്സുകാരന്റെ പ്രശ്നവും, ബത്തേരിയില് മകനെ അച്ഛന് കൊല്ലേണ്ടി വന്ന അവസ്ഥ, മയക്കുമരുന്നുകാരനായ മകനെ വീട്ടില് അമ്മയെയും പെങ്ങളെയും അദ്ദേഹത്തെയും കൊല്ലുമെന്ന ഘട്ടത്തിൽ മറ്റൊരു വഴിയുമില്ലാതെ അവനെ കൊല്ലേണ്ടി വന്നിട്ട് 4 മാസമായിട്ടേ ഉള്ളൂ. നമുക്കറിയുന്നതാ, തലക്കുളത്തൂര് 15 വയസ്സുള്ള മോള് ഒരു ലഹരി മാഫിയയുടെ കൂട്ടത്തിൽപ്പെട്ടിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയി അവസാനം ബാംഗ്ലൂരിൽ വെച്ച് 52 വയസ്സുള്ള യൂസഫ് എന്ന് പറയുന്ന ക്രിമിനലിനോടൊപ്പം അറസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞതിന്റെ അപകടം. നമ്മുടെ തൊട്ടടുത്ത മലപ്പുറം ജില്ലയിൽ 7 വയസ്സ് 9 വയസ്സുള്ള 2 അനിയന്മാരെ 17 വയസ്സുള്ള +2 വിദ്യാർത്ഥി കിടക്കപ്പായയിലിട്ട് തലയറുത്ത് വേർപെടുത്തിയിട്ട് കൊന്നപ്പോ നമ്മൾ ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1.5 വയസ്സുള്ള കുട്ടിയെ ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കിയപ്പോൾ ആ കുട്ടിയുടെ പിടച്ചില് കാണാതിരുന്ന ലഹരി വിൽപ്പനക്കാരനും ലഹരി ഉപയോക്താവുമായ ഒരു ചെറുപ്പക്കാരനും അതിനവനെ സഹായിച്ച ഇതേ നിലവാരത്തിലുള്ള ഈ കുട്ടിയുടെ അച്ഛമ്മയും നമ്മളെ ഇതിന്റെ അപകടം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ വിഷയങ്ങൾ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുട്ടികളുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ?